السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. ഏറ്റവും സമാദരണീയരായ മുഅ്മിനുകളെ എല്ലാവരെയും മജ്ലിസുൽ ഹുസനയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഭൂമിയിൽ നമ്മളെ അള്ളാഹു പ്രതിനിധികളാക്കിയിരിക്കുന്നത് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, അമാ ഖലഖതൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നവർഗത്തെയും ഇൻസ് വർഗത്തെയും ഞാൻ എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഭൂമിയിലേക്ക് പ്രതിനിധികളാക്കിയിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഭൂമിയിലേക്ക് ഇബാദത്തിന് വേണ്ടി പ്രതിനിധികളാക്കി എന്നുള്ള നിലക്ക് നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ കുറ്റമറ്റതായിരിക്കണം. ഒരു കാരണവശാലും പോരായ്മകൾക്ക് വിധേയപ്പെടാതെ ന്യൂനതകളില്ലാത്ത അക്മലും അത്തമ്മുമായ ഇബാദത്തായിരിക്കണം നാം അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നത്. അള്ളാഹുവിൻ്റെ അടുക്കൽ ഖബൂലിയത്തുള്ള ഇബാദത്ത് മാത്രമേ നാളെ ആഖിറത്തിൽ വെച്ച് നമുക്ക് ഗുണം ചെയ്യുകയുള്ളൂ. ഇബാദത്തുകളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് നമസ്കാരം തന്നെയാണ്. അവ്വലുമായി യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമത്തി അനിസ് സ്വലാ. തൗഹീദിന് ശേഷം ഒരു മുസൽമാനോട്, ഒരു മുഅ്മിനായ മനുഷ്യനോട് ആദ്യം ചോദ്യം ചെയ്യപ്പെടുന്നത് നിസ്കാരത്തെ സംബന്ധിച്ചായിരിക്കും. നമ്മൾ നിസ്കാരം സദാ അതിൻ്റെ സമയത്ത് തന്നെ നിർവഹിക്കാൻ വേണ്ടി തയ്യാറാവണം. നിസ്കാരത്തിൽ മടിയില്ലാതിരിക്കാൻ വേണ്ടി നാം അശ്രാന്ത പരിശ്രമം നടത്തേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ നമ്മൾ ഓതിക്കൊണ്ടിരിക്കണം. ഒരു ദിവസം 1, 2, 3 തവണ നാം വിശുദ്ധ ഖുർആനുമായി ആത്മീയ ബന്ധം പുലർത്തണം. വിശുദ്ധമായ ഖുർആനുമായി ആത്മീയ ബന്ധം പുലർത്തുമ്പോൾ നമുക്ക് ഇബാദത്തുകളോട് വളരെ അകമഴിഞ്ഞ അടുപ്പം അനുഭവപ്പെടും. ഇബാദത്തുകളിൽ ലദ്ദത്ത് അനുഭവപ്പെടണം. മഹാനായ ഇസ്ലാമിൻ്റെ ധീരശൂര വീര പരാക്രമി സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു അവിടുത്തെ കാലിൽ ഒരു അമ്പ് തറക്കുകയാണ്. ഈ അമ്പ് നേർക്കുനേരെ പറിച്ചെടുക്കുമ്പോൾ അസഹ്യമായ വേദന അനുഭവപ്പെടാം. അവിടുത്തെ അനുയായികളോട് നിർദ്ദേശിക്കുകയാണ്, ഞാൻ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് നിങ്ങൾ എൻ്റെ കാലിൽ നിന്ന് അമ്പ് പറിച്ചെടുക്കണം. അവിടുത്തെ വളരെ ഭക്തിയുള്ള നിസ്കാരം കഴിഞ്ഞു. സലാം വീട്ടിയതിന് ശേഷം അവിടുന്ന് ചോദിക്കുകയാണ്, നിങ്ങൾ എൻ്റെ കാലിൽ തറച്ച അമ്പ് പറിക്കാൻ ഞാൻ നിർദ്ദേശിച്ചിട്ടില്ലായിരുന്നുവോ, നിങ്ങളത് പറിച്ചെടുത്തോ? അവിടുത്തെ അനുയായികൾ പറഞ്ഞു, യാ സയ്യിദന, ഞങ്ങൾ അത് പറിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് ഇബാദത്ത്. ഇതാണ് ആത്മാർത്ഥതയിൽ അലിഞ്ഞു ചേർന്ന ഇബാദത്ത്. അവർക്ക് ഇബാദത്ത് ചെയ്ത പോലെ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞില്ല എങ്കിലും അവരെ പോലെയാവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി, സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നതുപോലെ നിങ്ങൾ നിസ്കരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് നിസ്കരിച്ച് കാണിച്ചു തന്നത് സ്വഹാബത്ത് പഠിക്കുകയും സ്വഹാബത്ത് താബികളിലൂടെ നമ്മളിലേക്ക് എത്തിക്കുകയും ചെയ്ത വിശുദ്ധമായ നിസ്കാരം. ആ നിസ്കാരം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിച്ചതുപോലെ നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. ആ നിസ്കാരം കൊണ്ട് മാത്രമേ നമ്മളെ ഖബറിലും നാളെ മഹ്ശറിലും നമുക്ക് ഉപകാരം കിട്ടുകയുള്ളൂ. നിസ്കരിക്കാത്തവന്റെ കാര്യം വളരെ പരിതാപകരമാണ്. നിസ്കാരത്തിന്റെ വുജൂബിയത്തിനെ നിഷേധിക്കുന്ന ഒരു താരിഖ് സ്വലാത്ത് അഥവാ നിസ്കാരം ഒഴിവാക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരെ മുസൽമാന്റെ ഖബറിസ്ഥാനിൽ പോലും മറവ് ചെയ്യാൻ കഴിയുന്നതല്ല. വിധി അവർക്കെതിരാണ്. കാരണം അവൻ നിസ്കാരത്തിന്റെ വുജൂബിയത്തിനെ നിഷേധിക്കുന്നു എന്നൊരൊറ്റ കാരണത്താൽ മുസൽമാന്റെ ഖബറിസ്ഥാനിൽ പോലും അവനെ മറവ് ചെയ്യാൻ കഴിയുന്നതല്ല. ഇത്രമാത്രം നിസ്കാരത്തിന് അല്ലാഹു ശ്രേഷ്ഠത നൽകിയതെങ്കിൽ ആ നിസ്കാരത്തിന് നാം ചെറുതായി കണ്ടുകൂടാ. മഹാന്മാര് നമുക്ക് നിർദ്ദേശിച്ച് കാണിച്ച് പഠിപ്പിച്ചു തന്നതുപോലെ നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കണം. നിസ്കാരത്തിൽ ശ്രദ്ധയുണ്ടാകുന്നതിന് വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് സദാ ചോദിച്ചു കൊണ്ടിരിക്കണം. വിശുദ്ധ ഖുർആൻ പറയുകയുണ്ടായി, ഹാഫിളു അലസ്സലവാതി വസ്സലാത്തിൽ വുസ്താ വഖൂമു ലില്ലാഹി ഖാനിതീൻ. നിങ്ങൾ നിസ്കാരങ്ങളുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തണം. അതിൽ വുസ്താ നിസ്കാരം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം.
വുസ്താ നിസ്കാരം ഏതാണെന്ന് പറഞ്ഞാൽ ഇശാഉം സുബ്ഹിയുമാണ്. മുനാഫിക്കുകളെ സംബന്ധിച്ച് അഫ്ഖലുൽ മുനാഫിഖീന അസ്സലാത്തു സുബ്ഹി വൽ ഇശാ. ഒരു മുനാഫിഖ് കപടവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിസ്കരിക്കാൻ ഏറ്റവും ഭാരമുള്ള നിസ്കാരം സുബ്ഹി നിസ്കാരവും ഇശാ നിസ്കാരവുമാണ്. ഒരാളെ സംബന്ധിച്ച് അവനക്ക് ഇശാ നിസ്കാരവും സുബ്ഹി നിസ്കാരവും ഭാരമായി തോന്നുന്നു എങ്കിൽ മനസ്സിലാക്കണം, നിഫാഖിന്റെ ഒരു അംശം അവന്റെ ഹൃദയത്തിലൂടെ ഓടിച്ചാടി നടക്കുന്നുണ്ട് എന്ന്. നിഫാഖ് ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും പാടില്ലാത്ത ഹീനമായ നീചമായ ഒരു സ്വഭാവമാണ്. ആ നീചവും നികൃഷ്ടവുമായ സ്വഭാവമാകുന്ന നിഫാഖ് നമ്മുടെ മനസ്സിൽ നിന്ന് നാം പാടെ പിഴുതെറിയണം. അതിനു വേണ്ടി അള്ളാഹുവിനോട് നാം ചോദിച്ചു കൊണ്ടിരിക്കണം, അല്ലാഹുവേ, നിഫാഖ് എന്നിൽ നീ തൊട്ടി തീണ്ടാതെ, നിഫാഖ് എന്ന് പറയുന്ന നീചവും നികൃഷ്ടവുമായ ഈ സ്വഭാവം എന്നിലേക്ക് തീരെ കടന്നു വരാതെ എൻ്റെ ഹൃദയത്തെ നീ സംരക്ഷിക്കണമേ എന്ന് പടച്ച റബ്ബിനോട് നമ്മൾ ചോദിച്ചു കൊണ്ടിരിക്കണം. ഈ നിലക്ക് കുറ്റമറ്റതായ ആരാധനകളിലൂടെ, കുറ്റമറ്റതായ ഇബാദത്തുകളിലൂടെ, കുറ്റമറ്റതായ നിസ്കാരങ്ങളിലൂടെ, കുറ്റമറ്റതായ നോമ്പുകളിലൂടെ, പോരായ്മകൾ അശേഷമില്ലാത്ത ഹജ്ജ്, ഉംറ, സ്വദഖ, സകാത്ത്, ഹദിയ, വിശുദ്ധ ഖുർആൻ പാരായണം, തസ്ബീഹ്, തഹ്ലീൽ, സ്വലാത്ത്, ഇതെല്ലാം വളരെയധികം പരിശുദ്ധവും പരിഭാവനവുമായിരിക്കണം. ഈ പരിശുദ്ധവും പരിഭാവനവുമാകുന്ന ഇബാദത്തുകൾ മുറുകെ പിടിച്ച് ഈ ദുനിയാവിൽ നിന്ന് നമ്മൾ വിട പറയുന്നത് വരെ അല്ലാഹുവിന്റെ ത്വാഅത്തിലും വെളിയിലുമായി ജീവിക്കുകയാണെങ്കിൽ നമുക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു മുഅ്മിനിനെ സംബന്ധിച്ച് ഏറ്റവും സൗഭാഗ്യമായി നൽകുന്ന അവന്റെ ജന്നാത്തുൽ ഫിർദൗസ് തേടുകയും അത് കിട്ടാൻ നിമിത്തമാവുകയും ചെയ്യും. ഈ നിലക്ക് ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹും റസൂലും കൽപ്പിച്ച കാര്യങ്ങൾ അനുധാവനം ചെയ്ത് അവിടുത്തെ ചെരുപ്പിടി കദമം കദമായി പിന്തുടർന്നവർക്കാണ് നാളെ അള്ളാഹു സ്വർഗം വെച്ചിരിക്കുന്നത്. ആ സ്വർഗം അള്ളാഹു ആശാരമായി തരാൻ വേണ്ടി അള്ളാഹുവിനോട് നാം ആവശ്യപ്പെടണം. എന്റെ ഇബാദത്തിന് പകരമായി സ്വർഗം ചോദിക്കലല്ല ഒരു മുഅ്മിനിന്റെ വിശേഷണം. അവൻ എപ്പോഴും അള്ളാഹുവിനോട് സ്വർഗം ആവശ്യപ്പെടുമ്പോൾ, അല്ലാഹുവേ, നിന്റെ മഹ്ളായ ഫള് കൊണ്ട് എനിക്ക് നീ ജന്നാത്തുൽ ഫിർദൗസ് നൽകണേ അല്ലാഹ്. ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ സ്വർഗം ചോദിക്കുന്നുവെങ്കിൽ ജന്നാത്തുൽ ഫിർദൗസ് തന്നെ ചോദിക്കണം. കാരണം ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വസിക്കുന്ന ഭവനം അത് ജന്നാത്തുൽ ഫിർദൗസാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ എല്ലാമാണല്ലോ. ആ ഹബീബായ നബിയോടുള്ള ഒത്തുള്ള ജീവിതം എത്രമേൽ ഭംഗിയുള്ളതും എത്രമേൽ ആസ്വാദ്യകരമായിരിക്കും. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അള്ളാഹുവിൻ്റെ ഈ ഭൗതികമായ ജീവിതം, അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഭൗതികമായ ജീവിതത്തിന് ഒരു അന്ത്യമുണ്ട്. ആ അന്ത്യം നന്നാവാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. അന്ത്യം നന്നാവണമെങ്കിൽ നമ്മുടെ ജീവിതം നമ്മൾ നല്ല നിലക്ക് കെട്ടിപ്പടുത്ത് അള്ളാഹുവിന്റെ ത്വാഅത്തിലായി ജീവിതം കെട്ടിപ്പടുത്തുയർത്തേണ്ടതുണ്ട്. അങ്ങനെയാവുമ്പോഴാണ് അന്ത്യം നന്നാവുക. അന്ത്യം നന്നായിക്കൊണ്ട് ഈ ലോകത്തോട് വിട പറഞ്ഞൊരു മനുഷ്യൻ അവൻ ഖബറിലും മഹ്ശറയിലും വളരെ സന്തോഷവാനായിരിക്കും. കഴിഞ്ഞുപോയ പരിശുദ്ധാത്മാക്കളുടെ ചരിത്രങ്ങളൊക്കെ നമ്മളെ അതിലേക്കാണ് വിളിച്ചുണർത്തുന്നത്, അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ എന്നോടും നിങ്ങളോടും പറയുകയാണ്, നമ്മുടെ കഴിവിൻ്റെ പരമാവധി തഖ്വയിലധിഷ്ഠിതമായ ജീവിതം നയിച്ച് ഇഖ്ലാസോടുകൂടെ ഭക്തിയോടുകൂടെ മുന്നേറാൻ വേണ്ടി ശ്രമിക്കണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെല്ലാവരെയും സ്വീകരിക്കുമാറാവട്ടെ. അസ്തഗ്ഫിറുല്ലാഹൽ അളീം ഇന്നഹു കാന ഗഫാറാ. അസ്തഗ്ഫിറുല്ലാഹൽ അളീം ഇന്നഹു കാന ഗഫാറാ. അസ്തഗ്ഫിറുല്ലാഹൽ അളീം ഇന്നഹു കാന ഗഫാറാ. اللهم صل على سيدنا ومولانا محمد عدد ما في علم الله صلاة
قائمة بدوام ملك الله. اللهم صل على سيدنا ومولانا محمد وعلى آل سيدنا ومولانا محمد كما تحب وترضى له يا رب العالمين. الحمد لله لك الحمد يا الله. اللهم صل على سيدنا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. يا سيدنا يا الله ഞങ്ങൾ പറഞ്ഞതും കേട്ടതും ഒരു സ്വാലിഹായ അമലായി ഖബൂലാക്കണേ അല്ലാഹ്. നീ പൊരുത്തപ്പെടുന്ന രൂപത്തിൽ വളരെ ഭക്തിയോടുകൂടെ ഇഖ്ലാസോടുകൂടെ തഖ്വയോടുകൂടെ ഇബാദത്തെടുത്ത് നാളെ ആഖിറത്തിൽ വെച്ചുകൊണ്ട് ഷഫീഉൽ വറാ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങളോടുകൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. ഈമാൻ സലാമത്താക്കണേ അല്ലാഹ്. ദാരുണമായ അന്ത്യങ്ങൾ ഞങ്ങൾക്ക് നൽകല്ല അല്ലാഹ്. അപകട മരണങ്ങൾ നൽകല്ല അല്ലാഹ്. മാരകമായ രോഗങ്ങൾ നൽകല്ല അല്ലാഹ്. കടങ്ങൾ നൽകല്ല അല്ലാഹ്. വിഷമങ്ങളും വേദനാദികളും വേദനകളും ബേജാറുകളും നൽകല്ല അല്ലാഹ്. ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. ഈമാൻ സലാമത്താക്കണേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും വിജയിപ്പിക്കണേ അല്ലാഹ്. ഈ പൊരുത്തപ്പെട്ട നിന്റെ അടിയാറുകൾ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ ഞങ്ങൾക്കും ഞങ്ങളെ മാതാപിതാക്കൾ, ഭാര്യമാര്, മക്കൾ, ഉസ്താദുമാര്, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, വേണ്ടപ്പെട്ടവർ ഉടയവര്, ഞങ്ങളുമായി ബന്ധപ്പെട്ട ആരെല്ലാം മരണപ്പെട്ടു പോയിട്ടുണ്ടോ എല്ലാവർക്കും ഹബീബിനോടുകൂടി ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا ارحمهم كما ربونا صغارا. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون. سلام على المرسلين والحمد لله رب العالمين. بفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.